സത്യം പറഞ്ഞാൽ പണി പാളി നിൽക്കുന്നൊരവസ്ഥയാണ്. അതായത് ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര വലിയ ശിക്ഷയും അതുപോലെ തന്നെ വലിയ വലിയ കുറ്റങ്ങൾ ചെയ്താൽ ശിക്ഷയും ഇല്ലാത്തൊരവസ്ഥയാണ്. എന്തായാലും നിങ്ങൾ കണ്ടൊരു കാര്യമായിരിക്കും. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കാണാനായി ശ്രമിക്കുക. ഫസ്റ്റ് നമുക്ക് പൾസർ സുനിയുടെ കാര്യം തന്നെ നോക്കാം. എന്തായാലും പൾസർ സുനി ഇന്ന് രാവിലെ വലിയൊരു വെളിപ്പെടുത്തൽ തന്നെ നടത്തിയിരിക്കുകയാണ്. അതായത് ഒളിക്യാമറയൊക്കെ വെച്ച് നമ്മുടെ റിപ്പോർട്ടർ TV നടത്തിയൊരു അന്വേഷണമാണെന്നൊക്കെയാണ് പറയുന്നത്. സോ അത് അഭിനയമാണോ, അതായത് റിപ്പോർട്ടർ TV അദ്ദേഹത്തെ കൊണ്ട് അഭിനയിപ്പിക്കുന്നതാണോ ഒന്നും അറിയില്ല. കാരണം കുറേ നാൾ സിനിമാ നടന്മാരുടെ കൂടെ നടന്നതല്ലേ പൾസർ സുനിയും. അതുപോലെ തന്നെ റിപ്പോർട്ടർ TVയിലെ ആളുകൾക്ക് അഭിനയിക്കുന്ന കാര്യം പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. സോ എന്തായാലും അഭിനയമല്ലെങ്കിൽ അതൊരു വലിയ വെളിപ്പെടുത്തൽ തന്നെയാണ്. ആണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ടായല്ലോ. സോ എന്തായാലും വലിയ വലിയ വെളിപ്പെടുത്തൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ദിലീപുമായിട്ട് ബന്ധപ്പെട്ടും മെമ്മറി കാർഡുമായിട്ട് ബന്ധപ്പെട്ടും. സോ എല്ലാം നിങ്ങൾക്ക് റിപ്പോർട്ടർ TVയിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. സോ എന്തായാലും വീണ്ടും ഒന്ന് ഒതുങ്ങി നിൽക്കുമായിരുന്നു. വീണ്ടും കേസ് വരുന്നു. വീണ്ടും ദിലീപിൻ്റെ അവസ്ഥ. കാരണം അദ്ദേഹത്തിൻ്റെ വമ്പൻ സിനിമകൾ ഇറങ്ങാനിരിക്കുമായിരുന്നു. ആ ഒരു സമയത്താണ് പിന്നെയും വിവാദങ്ങൾ കൊണ്ടിടുന്നത്. സോ എന്തായാലും അത് ദിലീപിനെ നല്ല രീതിയിൽ തന്നെ ബാധിക്കാനുള്ള സാധ്യതകളെല്ലാം തന്നെയുണ്ട്. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, ഒരു ദിലീപ് ഫാനാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. ഇനി ചെറിയ കുറ്റം എന്ന് പറയുന്നത് MG ശ്രീകുമാറിൻ്റെ കാര്യമായിരിക്കും. നിങ്ങളെല്ലാം കണ്ടൊരു കാര്യമായിരിക്കും. അതായത് അദ്ദേഹം 25,000 രൂപ പിഴയടിച്ചു മാലിന്യം പുഴയിലേക്ക് തള്ളിയതിന്. സത്യം പറഞ്ഞാൽ അദ്ദേഹം തന്നെ അതിൻ്റെ സത്യാവസ്ഥ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് തറയിൽ വീണ് കിടന്ന ഒരു മാങ്ങ, ചിതറിക്കിടന്ന മാങ്ങ അവിടുത്തെ വേലക്കാരി എടുത്ത് പുഴയിലേക്ക് എറിഞ്ഞാണ് ആ ഒരു സംഭവം, പ്ലാസ്റ്റിക് ഉള്ളിലാക്കി പുഴയിലേക്ക് എറിഞ്ഞാണ് ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അതാരോ എടുത്ത് ഫോട്ടോ എടുത്തിട്ടു, പോലീസിന് അല്ലെങ്കിൽ ഇതിൻ്റെ ആളുകൾക്ക് ഫോട്ടോ എടുത്തിട്ട് കൊടുത്തു. ഫൈനലി അദ്ദേഹത്തിനെതിരെ പിഴ ചുമത്തി. അതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും എനിക്കറിയില്ല, ഈ ഒരു മാങ്ങയൊക്കെ എടുത്ത് ഇതിനകത്തോട്ട് എറിഞ്ഞത് ഓർഗാനിക്കായിട്ടുള്ള സാധനമാണ്. സോ അതൊക്കെ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് പ്ലാസ്റ്റിക് കവറൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. സോ എന്തായാലും 25,000 രൂപ എന്നൊക്കെ പറയുന്നത് കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. എന്തായാലും അദ്ദേഹം അതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അടയ്ക്കാൻ തയ്യാറാണ്. ശുചിത്വ കേരളം എന്നാണ് തനിക്കും, അത് താൻ യൂറോപ്യൻ കൺട്രീസ് മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴും നമ്മുടെ രാജ്യവും ഇതുപോലെ ആകണമെന്ന് താൻ വിചാരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പിഴയടയ്ക്കാൻ തയ്യാറാണ് എന്ന് നമ്മുടെ MG ശ്രീകുമാർ പറയുന്നുണ്ട്. താൻ കാരണം ഇനി മറ്റുള്ളവർക്ക് ഇതുപോലൊന്നും ഉണ്ടാകരുത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു പ്രചോദനമാകട്ടെ താൻ. അതായത് ഇനിയൊരു വേസ്റ്റ് എടുത്ത് അങ്ങോട്ട് ഇടുന്ന സമയത്ത് ഈ 25,000 രൂപ പിഴ അടയ്ക്കേണ്ടി വരുമല്ലോ എന്നോർക്കുന്നത് നല്ലതാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സോ എന്തായാലും എല്ലാവരും ഒന്ന് പേടിക്കുക. കാരണം പ്ലാസ്റ്റിക് എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ 25,000 രൂപയാണ്. എന്ത് പറയാനല്ലേ.